ഹായ് മകളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ പാടില്ലാത്തൊരു ന്യൂസാണ്. എങ്കിലും ഇതൊരു അപ്ഡേഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അറിയിക്കാതിരിക്കാനും വയ്യ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി, ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഡിസംബർ 11 മുതൽ 18 വരെ നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം നമുക്ക് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്നത് കാരണം ഈ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഈ ഒരു ന്യൂസ് ഞാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ള ട്രാക്കിലേക്ക് വന്ന കുട്ടികളായിരിക്കും. ക്രിസ്മസ് എക്സാമിനോട് അടുപ്പിച്ച് നിങ്ങൾ പൊതുവേ പഠിക്കാറുണ്ട്. സോ ആ പഠനം സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് മക്കളുണ്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠനം നിർത്തിവെക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉൾവിലുണ്ടാകും. അതൊരിക്കലും പാടില്ല. അത് ഏറ്റവും വലിയ പാപമാണ് നിങ്ങളോട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഗോൾഡൻ ചാൻസ് ആയി കണ്ടുകൊണ്ട് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടി അവസരങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്താണ് ഫൈനൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. ഇതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഉറച്ച് നിൽക്കേണ്ട. നിങ്ങൾ ക്രിസ്മസ് എക്സാം ഡിസംബർ 11 തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക. ഓരോ ദിവസവും നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. ഡിസംബർ എക്സാമിൽ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രേഡുകളിലേക്കോ അല്ലെങ്കിൽ A+കളിലേക്കോ അല്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. പകരം നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു കാര്യം, ആ ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനും പറ്റും. കൂടാതെ തന്നെ ഈ വരുന്ന മോഡൽ എക്സാമിലും പബ്ലിക് എക്സാമിലേക്കും അതിനെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് എക്സാം ടൈമിന് മാത്രം നമുക്കൊന്ന് പഠിച്ചാൽ മതിയാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഹാർഡായിട്ടുള്ള ചാപ്റ്റേഴ്സ് നല്ല സമയം എടുത്തുകൊണ്ട് വൃത്തിയിൽ അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിലും ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഏറ്റവും മികച്ച രീതിയിലുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ന്യൂസ് എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. വിഷു ഓൾ ദി ബെസ്റ്റ്. ഇസ്മി ഷാദ് റംസാൻ ലേണിംഗ്. വീണ്ടും പറയാണ്, പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. ഈ പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് അത് തുടങ്ങുക.